നമ്മൾ ഇന്ന് 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര XUV 300 കാറിനാണ്. XUV 300 ടോപ്പ് മോഡൽ വണ്ടിയായത്. ഇതിനാണ് നമ്മൾ 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ കാലിബ്രേഷൻ, ക്ലോത്ത് കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും പോലെ ഇതിനും 4 ക്യാമറ വരുന്നത്. ഇങ്ങനെ റൈറ്റ് സൈഡ് മിററിൻ്റെ അടിയിൽ ഒരു ക്യാമറ വരുന്നുണ്ട്, HD ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ റിയറിലും ഒരു ക്യാമറ വരുന്നുണ്ട്. റിയർ ക്യാമറ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് വരുന്നത്. അത് HD ക്യാമറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ അടിയിലും ഒരു HD ക്യാമറ വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറ ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് നമ്പർ ബോർഡിന് തൊട്ട് മുകളിലായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത് HD ക്യാമറയാണ്. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ കാലിബ്രേഷൻ ക്ലോത്താണ്. ഇതുകൊണ്ട് 2 ക്ലോത്ത് നമ്മൾ ഇടുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഇടും. ഇത് വെച്ചാണ് നമ്മുടെ 4 ക്യാമറയും കാലിബ്രേറ്റ് ചെയ്ത് 4 സൈഡ് വ്യൂവും ക്ലിയർ ആണോ എന്നറിയുന്നത്. അതായത് നമുക്ക് ഈ 4 ക്യാമറ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്യാമറയിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ ഫുൾ സറൗണ്ട് വ്യൂ കിട്ടണം. ഒരു സൈഡ് പോലും അല്ലെങ്കിൽ ഒരു പാർട്ട് പോലും ബ്രേക്ക് ആയി പോകാതെ ഫുള്ള് വിട്ട് കിട്ടണം, ഫുള്ള് വ്യൂ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കിനി സ്റ്റീരിയോയെ പറ്റി പറയാം. സ്റ്റീരിയോയുടെ കാര്യം നോക്കാം. സ്റ്റീരിയോ ഇതിനകത്ത് വരുന്നത് 2 GB റാമും 32 GB റോമും ഉള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഫുൾ വ്യൂ ആണ്. അതിൻ്റെ 3D വ്യൂ ആയി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം. ഇതാണ് ഫുൾ വ്യൂ. ഇതിപ്പോൾ നമുക്ക് കാണാം ബ്ലൈൻഡ് സ്പോട്ട് ഉൾപ്പെടെ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ആ ഇന്റർലോക്ക് ഇട്ടെടുത്തേക്കുന്ന ആ വ്യൂ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ ഇന്റർലോക്സിൻ്റെ എല്ലാ കോളംസും, വൈറ്റ് കോളംസ്, സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ കോളംസും കറക്റ്റായിട്ട് കാണാം. ഇതാണ് 360 ഡിഗ്രിയുടെ 3D വ്യൂ വരുന്നത്. നമ്മൾ ഒരു ക്യാമറ മുകളിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഡ്രോൺ ക്യാമറ വെച്ച് ഒരു വ്യൂ എടുത്താൽ, കാറിൻ്റെ മുകളിൽ വെച്ചൊരു പിക്ചർ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് ഇത് കാണുന്നത്. HD ക്യാമറ ആയതുകൊണ്ട് തന്നെ നല്ല പക്ക ക്ലാരിറ്റിയാണ്. പിന്നെ ഇത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. ഇതിപ്പം കാണുന്നത് ലെഫ്റ്റും റൈറ്റും വ്യൂ ആണ്. അതായത് 3D 360 ക്യാമറ ഡ്രോൺ വ്യൂ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെ പാർട്ടിൽ നമ്മുടെ ലെഫ്റ്റിലെ റൈറ്റിലെയും ക്യാമറ 2ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വളമൊക്കെ തിരിക്കും, അല്ലെങ്കിൽ വണ്ടി ചേർത്ത് നിർത്തുന്ന സമയത്ത് നമ്മുടെ ടയറിൻ്റെ സൈഡിലോ വണ്ടിയുടെ സൈഡിലോ എന്തെങ്കിലും കിടപ്പുണ്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് കാത്തിട്ട് എത്തിക്കുത്തി നോക്കേണ്ടി വരും. അതിന് പകരമായിട്ട് ഇങ്ങനൊരു വ്യൂ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വണ്ടി ചേർത്ത് നിർത്താനും അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്തും എല്ലാം ഉപകാരപ്പെടും. ഇതാണ് നമ്മുടെ MaazBeatz ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇത് അതിൻ്റെ മെനു ബാർസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് നോർമൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെയുണ്ട്. യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റും, ഗൂഗിൾ മാപ്പ്, Playstore, ക്രോമ, തീംസ്, പല തീംസ് എടുക്കാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് 2 GB 32 GB ആണ്. അത് 2 GB റാമും 32 GB റോമും. T5Q പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന കൊണ്ട് തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. ഇവിടെ വൈഫൈ കണക്ട് ചെയ്ത് നെറ്റ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കോമൺ ഫീച്ചേഴ്സ് എല്ലാം എല്ലാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഒന്നുകൂടെ സ്മൂത്താണ് ടച്ച്. കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല സ്മൂത്ത്, ടച്ചെല്ലാം നല്ല സ്മൂത്താണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 360 വ്യൂ വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാതെയും വരും. നമ്മളിപ്പോൾ ഒന്നും തൊട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയിട്ട് വരും. റൈറ്റ് സൈഡ് വ്യൂ. ഇപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്, നമ്മൾ റൈറ്റ് സൈഡ് കാണും. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് വരും. നമ്മൾ ഇൻ കേസ് വണ്ടി നിർത്തിയിട്ടേക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സും വിടും. ഇപ്പോൾ റിവേഴ്സ് ഇട്ടേക്കുക, റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് വരും. ഇതുപോലെ തന്നെ നമുക്കിതിൽ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ എടുക്കാം. ബാക്ക് കാണണമെങ്കിൽ ബാക്ക് കാണാം, 3D വ്യൂ ആണെങ്കിൽ 3D വ്യൂ കാണാം, ലെഫ്റ്റിൽ നിന്നുള്ള 3D വ്യൂ, റൈറ്റിൽ നിന്നുള്ള 3D വ്യൂ, ലെഫ്റ്റും റൈറ്റും കൂടെ ക്യാമറ ഒരുമിച്ച് കാണുന്നത്. ഇത് പിന്നെ പിക്ചർ ക്യാപ്ചർ ചെയ്യുന്ന ബട്ടണാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ 3D വ്യൂ കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻസ് വരുന്നത്. 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ്, അതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂ കിട്ടും. നമ്മളിപ്പോൾ ലൈൻ റോഡിൽ കൂടെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. ലൈൻ റോഡിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ആ എല്ലാം കറക്റ്റാണ് നമുക്കറിയാൻ പറ്റും. 2 ലൈൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാം. ആ വണ്ടി 2 ലൈൻ്റെ ഇടയ്ക്കൂടെ കറക്റ്റായിട്ട് പോകുന്നത്. ഇതാ 3D വ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെ
ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് വ്യൂ വരും. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടേക്കും, അപ്പോൾ ലെഫ്റ്റ് വ്യൂ നമുക്ക് കാണാം. അതുപോലെ തന്നെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് വ്യൂ വരും. അതിൽ ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നത്, നമ്മൾ അത് തൊടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ വരും. നമ്മൾ വണ്ടി തിരിക്കാൻ പോവാം. തിരിക്കാൻ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് വ്യൂ അതുപോലെ തന്നെ വരും. കുറേ കൂടെ പോകുന്ന വണ്ടികളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണുന്ന നല്ല വിഷ്വൽ വരുന്നുണ്ട്. ഇത് ഫുൾ ടൈം റെക്കോർഡിങ്ങുമാണ്. നമ്മളതിനകത്തൊരു USB പോർട്ടുണ്ട്. USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ USB-ലോട്ട് USB-ക്ക് എത്ര മെമ്മറി ഉണ്ടോ അത്രയും നമുക്ക് ഫുൾ റെക്കോർഡിങ്, അതായത് 4 ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ആ വിഷ്വല് നമുക്ക് റെക്കോർഡിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്ററിന് വ്യൂ വരും. ഇൻഡിക്കേറ്റർ ഇട്ട് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡ് വ്യൂ, അതുകൊണ്ട് തന്നെ 3D വ്യൂ, ഈ 2 വ്യൂ ഓട്ടോമാറ്റിക്കലി വരും. ഇതിപ്പോൾ മഹീന്ദ്രയുടെ XUV 300-നാണ് വെച്ചേക്കുന്നത്. ഇത്രയും ഹൈറ്റും ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള വണ്ടിക്ക് നമുക്ക് നല്ലതായിട്ട് തന്നെ ഇപ്പം പാർക്ക് ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ കറക്റ്റ് വ്യൂ കിട്ടി ഓടിക്കാൻ നല്ല സൗകര്യമാണ്. അങ്ങനെ വ്യൂ വന്ന് ഓടിക്കുമ്പോഴത്തേന് ഇപ്പം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്. വേറൊരു മെയിൻ റോഡിലോട്ട് കയറുക, ബൈ റോഡിൽ നിന്ന്. അപ്പോൾ ആ സൈഡിൽ കൂടെ പോകുന്ന വണ്ടി, കറക്റ്റ് ഫ്രണ്ടിലുള്ള വണ്ടി, ലെഫ്റ്റിൽ കൂടെ പോകുന്നത് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ ഫ്രണ്ട് വ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ബാക്കിലേ കാണണമെങ്കിൽ ബാക്ക് ടച്ച് ചെയ്താൽ മതി, അപ്പം ബാക്ക് വ്യൂ കാണാൻ പറ്റും. റൈറ്റും ലെഫ്റ്റും കാണണമെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, റൈറ്റും ലെഫ്റ്റും കാണാൻ പറ്റും. 3D വ്യൂ വേണമെങ്കിൽ 3D ടച്ച് ചെയ്താൽ മതി, അപ്പോൾ ലെഫ്റ്റ് 3D വ്യൂ വരും, റൈറ്റ് 3D വ്യൂ വരും, ഫുൾ 3D വ്യൂ വരും. ഇത്ര ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ ഒരാളെ ക്രോസ് ചെയ്യുന്നതൊക്കെ കണ്ടോ, അതെല്ലാം ഇതിനകത്ത് കാണാം. ഇത് ഫുൾ റെക്കോർഡിങ്ങാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഇതിലും ഉണ്ട്. വണ്ടിയുടെ ചുറ്റും, അതായത് വണ്ടിയുടെ എവിടെ വന്നെന്തോ പറ്റിക്കഴിഞ്ഞാലും നമുക്ക് വിഷ്വൽ കിട്ടും. നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടോണ്ടാണ് ലെഫ്റ്റ് വ്യൂ കാണിച്ചത്. നമ്മൾ വണ്ടി തിരിക്കാൻ പോകും. ഇപ്പോൾ വണ്ടി റോഡിലോട്ട് കയറ്റി നിർത്തിയേക്കുക. ആ കറക്റ്റ് വ്യൂ അതുപോലെ തന്നെ നമുക്ക് 3Dക്കകത്ത് കിട്ടും. അതായത് സൈഡിൽ നിന്നുള്ള 3D വ്യൂ ഉണ്ട്, മുകളിൽ നിന്നുള്ള ഡ്രോൺ വ്യൂ ഉണ്ട്, രണ്ടും ഉണ്ട്. വണ്ടി നമ്മൾ U-ടേൺ എടുത്തു തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടി കയറി പോകുന്നതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാം. സൈഡിൽ കൂടെ വന്ന് വണ്ടി കയറി പോകുന്ന എല്ലാ വ്യൂ നമുക്ക്. പിന്നെ സാധാ സ്റ്റീരിയോയുടെ എല്ലാ ഫീച്ചറും കിട്ടും നമുക്ക്. സ്റ്റിയറിംഗ് വീൽ കൺട്രോള്, ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീൽ കൺട്രോള് റേഡിയോ ഇട്ടു. റേഡിയോയുടെ സ്റ്റിയറിംഗ് വീൽ കൺട്രോള് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കോമൺ ആയിട്ട് തന്നെ നമ്മുടെ ഇത് സ്റ്റീരിയോയ്ക്ക് കിട്ടും. അതൊക്കെ ഒരു ഡീഫോൾട്ട് ഫീച്ചർ തന്നെയാണ് നമ്മുടെ സ്റ്റീരിയോയുടെ. അപ്പോൾ സെറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാണിക്കുകയാണ്. ഗൂഗിൾ ക്രോമ, മൊബൈലൊക്കെ ബ്രൗസ് ചെയ്യുന്നോട്ട് തന്നെ ക്രോം എടുത്തിട്ട് നമുക്ക് മൊബൈലും ലാപ്ടോപ്പിലും ഒക്കെ ബ്രൗസ് ചെയ്യുന്നോട്ട് തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാം. പിന്നെ ഗൂഗിൾ മാപ്പ്, ഇതാണ് ഏറ്റവും നമുക്ക് ഒരു കാറിൽ അത്യാവശ്യമുള്ളൊരു സംഗതി. അത് ഗൂഗിൾ മാപ്പ് ഒറിജിനൽ നാവിഗേഷൻ തന്നെയാണ്. നമുക്ക് മൊബൈലിലൊക്കെ നാവിഗേറ്റ് ചെയ്യുന്നോട്ട് തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബാണ്. അത് കാണിക്കാം. നമുക്ക് ഏത് വീഡിയോയും എടുത്ത് പ്ലേ ചെയ്യാം. നമുക്ക് സാധാ ഫോണിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ. സോങ് വെക്കുന്നില്ല. സോങ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സോങ് വെക്കുന്നില്ല. ഒരു യൂട്യൂബ് കാണുന്ന ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ.
പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് വീഡിയോയും മറ്റേ സൈഡ് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ കാര്യങ്ങളോ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതാ സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെടുത്തിപ്പോൾ ഒരു റിവേഴ്സ് ഗിയർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോണം റിവേഴ്സ് വ്യൂ വരും. അത് ഓട്ടോമാറ്റിക്കലി അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാമറയുടെ വ്യൂ എപ്പം വേണമെങ്കിലും നമുക്ക് കിട്ടും. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് ഇത് റെക്കോർഡിംഗ് ആയിരിക്കും, റെക്കോർഡബിൾ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഫീച്ചേഴ്സ് എടുക്കുന്ന സമയത്തും യൂട്യൂബ് കാണുന്ന സമയത്തും നമ്മൾ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടേക്കുവാണെങ്കിൽ ഈ സമയത്തെല്ലാം നമ്മുടെ 4 ക്യാമറയും റെക്കോർഡിംഗും ആയിരിക്കും. പ്ലേ സ്റ്റോർ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു ആൻഡ്രോയിഡ് മൊബൈലിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിലുണ്ട്. പിന്നെ ഇക്വലൈസർ മോഡുണ്ട്, പോപ്പ്, ക്ലാസിക്, റോക്ക്, അങ്ങനെ എല്ലാ മോഡും ഉണ്ട്. സോൺ വെച്ച് നമുക്ക് സറൗണ്ട് സ്പീക്കർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൗഡ് ഉണ്ട്.